നമുക്കിന്ന് കണ്ണു തുടിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ റീസൺ എന്നൊക്കെ നോക്കാം. പണ്ട് കാലത്ത് നമ്മളുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ പറയും കണ്ണു തുടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് കണ്ണാണ് തുടിക്കുന്നത്, വലത്തെ കണ്ണ് തുടിച്ചാൽ കരയാനാണ്, അല്ലെങ്കിൽ മറ്റേ കണ്ണാണ് തുടിക്കുന്നത് സന്തോഷത്തിനാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇത് മയോകൈമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് ചുറ്റിനും ചെറിയ ചെറിയ പേശികളുണ്ട്. ആ പേശികളുടെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കണ്ണ് തുടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, ഓവർ സ്ക്രീൻ ടൈം യൂസ്, അതേപോലെ തന്നെ ഡ്രൈ ഐസ് ഒക്കെയാണ്. പിന്നെ ചില സ്റ്റഡീസിൽ മറ്റു കാരണങ്ങളായിട്ട് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി, അതേപോലെ എക്സസീവ് കഫീൻ ഇൻടേക്ക്, ഒരുപാട് കോഫി ഉപയോഗിക്കുന്ന പേഷ്യൻസിൽ, അതേപോലെ ആൽക്കഹോൾ കൺസംഷൻ, ഇതൊക്കെ ഒക്കുലാർ മയോകൈമിയയുടെ റീസൺസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിൾ മെഷേഴ്സ് കൊണ്ട് തന്നെ മയോകൈമിയ മാറ്റാവുന്നതേ ഉള്ളൂ. ഉറക്കം ശരിയാക്കുക, അതേപോലെ സ്ട്രെസ്സ് കുറയ്ക്കുക, ഇപ്പോൾ ഡ്രൈ ഐസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുക, സ്ക്രീൻ ടൈം ഒത്തിരി ഉള്ളവരാണെങ്കിൽ 20-20-20 റൂള് ഫോളോ ചെയ്യുക, അതേപോലെ ഒരുപാട് കഫീൻ യൂസ് ചെയ്യുന്ന പേഷ്യൻസ് അതിൻ്റെ എമൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക, ആൽക്കഹോളിൻ്റെ യൂസ് നിർത്തുക. ഇങ്ങനെയുള്ള സിമ്പിൾ മെഷേഴ്സ് കൊണ്ട് തന്നെ 1 to 2 വീക്സിൽ മയോകൈമിയ മാറുന്നതായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴാണ് ഈ ഒരു ട്വിച്ചിങ്ങിനെ കുറിച്ച് കൺസേൺഡ് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്വിച്ചിങ് കൂടി വരികയും ഫേസിൻ്റെ ഒരു സൈഡിനെ മുഴുവൻ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരികയാണ്, അല്ലെങ്കിൽ നമ്മളുടെ കൺപോളകൾ ശക്തമായിട്ട് അടഞ്ഞു പോകുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. കാരണം ഇതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ണ് തുടിക്കുന്നത് അല്ലെങ്കിൽ ട്വിച്ചിങ്ങിനെ പേടിക്കേണ്ട കാര്യമേ ഇല്ല.